സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് തിരൂരിനുള്ളത്. അത് വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാറിലെ ധീര ദേശാഭിമാനികളെ ആരും കൊല ചെയ്ത സംഭവത്തിൻ്റേതാണ്. 1921 നവംബർ 20-ന് ബ്രിട്ടീഷ് പട്ടാളം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു വാഗണിൽ കുത്തിനിറച്ച് കൊണ്ടുപോയ 100ഓളം സമരക്കാരിൽ 70 പേരാണ് പ്രാണവായുവും ദാഹജലവും കിട്ടാതെ പിടഞ്ഞു മരിച്ചത്. ആ രക്തസാക്ഷികളാണ് തിരൂർ കോരങ്ങത്ത് മസ്ജിദിലെ ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേട്ടാൽ ഇന്നും നടുങ്ങിപ്പോകുന്ന ആ സംഭവത്തിലെ രക്തസാക്ഷികളുടെ ഖബർ സിയാറത്ത് നടത്തിക്കൊണ്ട് തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പൊരുതി നേടിയ സ്വാതന്ത്ര്യവും നാടിന്റെ നന്മയും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ വൈകാരികമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വീരമൃത്യു മരിച്ച വാഗൺ ട്രാജഡി രക്തസാക്ഷികളുടെ ഖബറിടത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇന്ന് കോരങ്ങത്ത് പള്ളിയുടെ അങ്കണത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ആബാലവൃദ്ധം ജനങ്ങൾ ഒരു ഘട്ടത്തിലും വിസ്മരിക്കപ്പെടരുത്. ഈ രാജ്യം ആഗ്രഹിച്ചതുപോലെ, അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചതുപോലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് നന്മ കാക്ഷിക്കാൻ നമ്മുടെ തലമുറക്കും കഴിയണം, വരാനിരിക്കുന്ന തലമുറക്കും കഴിയണം. തീർച്ചയായും അതിന് സാധ്യമാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ലോകത്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഒട്ടേറെ മതങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെയുള്ള ഒരു നാട്, ആ നാടിനെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഏറ്റവും വലിയ ഘടകമായി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ഭരണഘടനയും ഒക്കെയാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം. സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ഒരുപക്ഷെ ഇപ്പോൾ ആ ഖബറിടത്തിൽ നടന്ന പ്രാർത്ഥനയിലെ ആ പണ്ഡിതന്റെ വരികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ നടന്നത്. ആ ജനത ഒരുപക്ഷെ 1947 നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയവരാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ പള്ളിക്കൂടത്തിലും അവരുടെ ആരാധനാലയങ്ങളിലും അവരുടെ വീടുകളിലുമൊക്കെ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നാടിൻ്റെ കരുത്തായി മാറേണ്ടിയിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും കരിഞ്ഞു വീഴുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്നും ഒരു രാജ്യത്തിൻ്റെ കരുത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ, രക്തസാക്ഷികൾ, അവരൊക്കെ തന്നെ ഏറെ പൊരുതി നേടിയെടുത്ത നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ നന്മയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ മണ്ണ് തീർച്ചയായും അതിനെ പ്രതിജ്ഞ എടുക്കേണ്ട മണ്ണാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ചരക്ക് കയറ്റി അയക്കുന്ന വാഗണിനുള്ളിലടച്ച് അതിനകത്ത് കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി പൊളിച്ച് മനുഷ്യന്റെ അവസാനത്തെ മരണവിപ്രാളം കാണിച്ച ഒരു ജനത, അവസാനം പടഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ അവസാന ഘട്ടത്തെ യാത്രയെക്കുറിച്ച് പോലും പറഞ്ഞത് മത്തി വറ്റിച്ചതുപോലെ എന്നാണ്. മനുഷ്യന്റെ രക്തവും മലവുമെല്ലാം കലർന്നതിൽ കൂട്ടിക്കലർന്നു കിടന്ന മയ്യത്തുകൾ. അങ്ങനെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ മയ്യത്ത് ഖബറിടത്തിൽ പോയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥന നടത്തിയത്. തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ദേശീയ ബോധമൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യ ദിനാശംസകളും നേരുന്നു. ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ.